എല്ലാവരും ക്ലീനിങ് എന്ന് പറയുമ്പോൾ ഇറങ്ങി വരില്ല. നമ്മുടെ വീട്ടിലെ സാധനം അല്ല, പിന്നെ എന്തുകൊണ്ട് ചെയ്യണം എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡ് പൊതുവെ ഉണ്ട് ആൾക്കാർക്ക്. കൊച്ചിയിൽ പല ഭാഗങ്ങളും ഇവർ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. രേഷ്മേനെയാണ് നമ്മൾ റീൽസിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. Let's clean Vaitla. Let's clean Tripundra Private Bus Stand. Let's clean Karingashra. ഇനിഷ്യൽ വീഡിയോയിലേക്ക് പോയപ്പോൾ കിട്ടിയ റെസ്പോൺസ് അത് ഭയങ്കര ഹൈ ആയിരുന്നു. ആ ഒരു പോസിറ്റീവ് റെസ്പോൺസ് കിട്ടിയപ്പോഴാണ് ഞങ്ങൾക്കും കുറച്ചുകൂടി ഒന്ന് ബൂസ്റ്റ് ആയത്. ഇത് ചെയ്യാം. സാധാരണ ഒരു വീഡിയോ പ്രൊമോഷൻ ചെയ്യുന്നതിനൊക്കെ കൂടുതൽ ആൾക്കാരുടെ ഇടയിൽ നമുക്കൊരു അക്സെപ്റ്റൻസ് കിട്ടുന്നുണ്ട്. ഇപ്പോൾ ഞങ്ങളോട് വന്നിട്ട് ക്ലീൻ ചെയ്യുക എന്ന് പറയുന്നതിലും കുറച്ചുകൂടെ ബെറ്റർ ആണ്. അവര് തന്നെ കുറച്ചുകൂടെ ഇനിഷ്യേറ്റീവ് എടുത്തു കഴിഞ്ഞാൽ അവരുടെ ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സിനെ വെച്ച് കഴിഞ്ഞാൽ അവർക്കും ചെയ്യാവുന്നതാണ്. അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പക്ഷെ ചില ആൾക്കാർ ഉദ്ദേശിക്കുന്നത് നമ്മൾ വേസ്റ്റ് മാത്രം എടുക്കുന്ന ആൾക്കാരാണ്. ആ ഒരു രീതിയിൽ അവിടെ ക്ലീൻ ചെയ്യും, ഇവിടെ ക്ലീൻ ചെയ്യും. ആദ്യമൊക്കെ ഒരുപാട് പേര് നെഗറ്റീവ് പറയാറുണ്ട്. നിൽക്കുന്ന നാണമില്ലേ കണ്ടോറ വേസ്റ്റ് എടുക്കാൻ പോകാന്നൊക്കെ പറഞ്ഞു ഒരുപാട് പേര് പറയാറുണ്ട്. വേസ്റ്റ് കളക്ട് ചെയ്ത് നമ്മൾ വീഡിയോ എടുത്ത് വേസ്റ്റ് എവിടെയെങ്കിലും ഡിസ്പോസ് ചെയ്യണം എന്ത് ചെയ്യണമല്ലോ. കറക്റ്റ് നിന്നത് കോർപ്പറേഷൻ ഫണ്ട്. നമ്മൾ അപ്പോഴും വിചാരിക്കണം നമ്മൾ കയറി ചെല്ലുമ്പോൾ ഒരു പോസിറ്റീവായിട്ട് റെസ്പോണ്ട് കിട്ടും. ആദ്യം കയറുന്നപ്പോൾ പറഞ്ഞു ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് ചോദിക്കാൻ പറഞ്ഞു. അവിടെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ പറഞ്ഞു അവർക്ക് അറിയില്ല എന്ന് പറഞ്ഞു. ഹരിതകർമ്മ സേന അപ്പുറത്ത് ചോദിക്കാൻ, അപ്പുറത്ത് ഓഫീസിൽ ചെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു അവർക്കറിയില്ല, നേരെ ഹെൽത്ത് ചോദിക്കാൻ. ഇത് ഞങ്ങൾക്ക് അറിയില്ല എന്ന് പറയുന്നത്. അവിടെ ഫുള്ള് ഫ്ലെക്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. സ്വച്ഛ് ഭാരത്, മറ്റേത് മിഷൻ മാർച്ച്, എല്ലാ ഫ്ലെക്സും വെച്ചിട്ടുണ്ട്. പക്ഷേ ഈ വേസ്റ്റ് കളയണ കാര്യത്തിൽ അവർക്കറിയില്ല. നമുക്ക് ഇന്ത്യ ഫുൾ ക്ലീൻ ചെയ്യണം. നമുക്ക് കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ഇൻസ്റ്റഗ്രാം തുറക്കുമ്പോൾ ഇവരുടെ റീൽസ് മാത്രമേ കാണുള്ളൂ. അതായത് കൊച്ചിയിൽ പല ഭാഗങ്ങളും ഇവർ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കൂടെ ഉള്ളത് യെല്ലോ മെലൺ കപ്പിളാണുള്ളത്. ഹായ് ഗായ്സ്, വെൽക്കം ടു ക്ലബ് എഫ്എം. നിങ്ങളെ നമ്മൾക്ക് യെല്ലോ മെലൺ എന്ന് മാത്രമേ അറിയുള്ളൂ. ശരിക്കും എന്താ നിങ്ങളുടെ പേരൊക്കെ എന്ന് പറയോ? വിഷ്ണു, രേഷ്മ. രേഷ്മേനെയാണ് നമ്മൾ റീൽസിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമ്മളത് ക്ലീൻ ചെയ്യും, ഇന്ന് നമ്മളിത് അങ്ങനെ. എങ്ങനെയാണ് നിങ്ങൾ ഈ ഒരു പരിപാടിയിലേക്ക് ഇറങ്ങിയത്? ക്ലീനിങ്, കൊച്ചി ക്ലീനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങൾ കൊച്ചി ബേസ്ഡ് കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആണ്. നമ്മൾ പല ടൈപ്പ് കണ്ടന്റ് എടുക്കുന്നുണ്ട്, പ്രൊമോഷൻ ചെയ്യുന്നുണ്ട്, അങ്ങനെ പല ടൈപ്പ് എടുക്കുന്നുണ്ട്. അപ്പൊ എല്ലായിടത്തും ചെല്ലുമ്പോൾ നമ്മളോട് പറയണമെന്ന് പറഞ്ഞാൽ ഇൻഫ്ലുവൻസർ എന്നുള്ളൊരു കാറ്റഗറി പറയും. നമ്മൾ വെൽക്കം ചെയ്യുമ്പോൾ ഇൻഫ്ലുവൻസർ വരുന്നു എന്ന് പറയും. പക്ഷെ അത് കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു നമ്മൾ എന്ത് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടാണ്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഇൻഫ്ലുവൻസ് ആവണമല്ലോ എന്ന് ഓർത്തുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു ക്യാമ്പയിൻ തുടങ്ങിയത്. പക്ഷെ ഇത് ഇത്രയും വലിയ ഇൻഫ്ലുവൻസ് ആക്ച്വലി ഇപ്പോൾ ഇന്ത്യയിൽ ഫുള്ള് ഓൾറെഡി കുറെ ആൾക്കാർ ഇതുപോലത്തെ ക്യാമ്പയിൻസ് കാര്യങ്ങളൊക്കെ റൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ട് വൈനോട് ഞങ്ങൾക്കും സ്റ്റാർട്ട് ചെയ്തുകൂടാ? അങ്ങനെ ഒരു ഇതിലാണ് നമ്മളും സ്റ്റാർട്ട് ചെയ്തത്. പക്ഷെ ഇനിഷ്യൽ വീഡിയോയിലേക്ക് പോയപ്പോൾ കിട്ടിയ റെസ്പോൺസ് അത് ഭയങ്കര ഹൈ ആയിരുന്നു. ആ ഒരു പോസിറ്റീവ് റെസ്പോൺസ് കിട്ടിയപ്പോഴാണ് ഞങ്ങൾക്കും കുറച്ചുകൂടി ഒന്ന് ബൂസ്റ്റ് ആയത്. ഇത് ചെയ്യാം, ഇത് നമുക്ക് എന്തായാലും സപ്പോർട്ട് കിട്ടും. അതെന്ന് വെച്ചാൽ ആൾക്കാർ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നു. സാധാരണ ഒരു വീഡിയോ പ്രൊമോഷൻ ചെയ്യുന്നതിനൊക്കെ കൂടുതൽ ആൾക്കാരുടെ ഇടയിൽ നമുക്കൊരു അക്സെപ്റ്റൻസ് കിട്ടുന്നുണ്ട്. അപ്പോൾ അതാണ് ശരിക്കും പറഞ്ഞൊരു മോട്ടിവേറ്റ് ചെയ്ത് എന്നാ പിന്നെ ഫുൾ ഇത് കണ്ടിന്യൂ ചെയ്യാം എന്നുള്ള രീതിയിലേക്ക് എത്തിയത്. ആദ്യമൊക്കെ ഒരുപാട് പേര് നെഗറ്റീവ് പറയാറുണ്ട്. നിൽക്കുന്ന നാണമില്ലേ കണ്ടോറ വേസ്റ്റ് എടുക്കാൻ പോകാന്നൊക്കെ പറഞ്ഞു ഒരുപാട് പേര് പറയാറുണ്ട്. ആദ്യം ഇനിഷ്യൽ ടൈമിൽ നമ്മൾ ആദ്യമേ വീഡിയോ ജനുവരി സ്റ്റാർട്ടിങ് നമ്മൾ വീഡിയോ തുടങ്ങിയത് ക്ലീനിങ് വീഡിയോസ്. അപ്പോൾ പറയും നിനക്കൊന്നും നാണമില്ലേ, വീട്ടിൽ പരിപാടിയൊന്നും ഇല്ലേ, വീട്ടിൽ ക്ലീനിങ് ഇല്ലേ, സ്വന്തം വീട് നന്നാക്കുക ആദ്യം, എന്നിട്ട് നാട് നന്നാക്കുന്ന കുറെ നെഗറ്റീവ് വരും. പക്ഷെ ഇപ്പോ അതെല്ലാം ഒരു കുഴപ്പമില്ല, നെഗറ്റീവ് തന്നെയല്ല. ഇപ്പൊ നിങ്ങൾ പറഞ്ഞതിൽ തന്നെ എനിക്ക് ക്ലിക്ക് ഒരു സംഭവം പറഞ്ഞാല് എവിടെ പോലും ഇൻഫ്ലുവൻസേഴ്സ് ഞങ്ങൾ എങ്ങനെയാണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് സ്വന്തമായിട്ടൊരു തോന്നൽ വരും. ശരിക്കും പറഞ്ഞാൽ അതൊരു ഗ്രേറ്റ് സംഭവമാണ്. എന്നിട്ട് നിങ്ങൾ ഇത്രയും വലിയൊരു കാര്യത്തിലൂടെയാണ് നിങ്ങൾ കൊച്ചിക്കാരെ ഇൻഫ്ലുവൻസ് ചെയ്യണത്. അടിപൊളി. നിങ്ങൾ ആദ്യമായിട്ട് ക്ലീനിങ് ചെയ്ത സ്ഥലം, സാഹചര്യം ഏതാ? ക്ലീനിങ് ഫസ്റ്റ് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രിസ്മസ് ട്രീ എവിടെ, ക്രിസ്മസ് ട്രീ. അതുവരെ അതായത് 31-ാം തീയതി വരെ ഫുൾ വീഡിയോസ് ആയിരുന്നു. അതിന്റെ കളറ്, ബഹളം, പരിപാടികളെല്ലാം ഉണ്ടായിരുന്നു. ഇത് കഴിഞ്ഞിട്ട് ആൾക്കാരെല്ലാരും അവിടെ നിന്ന് പോയി കഴിഞ്ഞ് നോക്കുമ്പോൾ ഫുള്ള് വേസ്റ്റാ, ഫുൾ വേസ്റ്റ്. ഫോർട്ട് കൊച്ചി ഫുൾ വേസ്റ്റ്. അപ്പൊ ഞങ്ങളെ കൊണ്ട് എന്തായാലും ഇത് ഫുള്ള് ക്ലീൻ ചെയ്യാലെന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല. അപ്പൊ ഞങ്ങളെ ഓർത്തെന്താ ആ ട്രീയുടെ ആ ഏരിയ മാത്രം ഒന്ന് ക്ലീൻ ചെയ്യാം, അതൊരു വീഡിയോ എടുക്കാം, അത് ആൾക്കാരിലേക്ക് എത്തിക്കാം. അപ്പൊ അടുത്ത ക്ലീനിങ് പോകുമ്പോൾ കൂടുതൽ സപ്പോർട്ട് കിട്ടുമല്ലോ. അതാണ് ഞങ്ങൾ ഫസ്റ്റ് ചെയ്തത്. കാര്യം ജനുവരിയിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് ക്ലീനിങ് ക്യാമ്പയിൻ. അപ്പൊ ജനുവരി 2 നമ്മൾ ഫസ്റ്റ് എടുത്തത് വീഡിയോ എടുത്തത്. അതായത് ആ ട്രീയുടെ ലൈറ്റ് ഒക്കെ മാറ്റുന്നേ ഉള്ളൂ. അതിന്റെ അടിയിൽ തന്നെ ഫുള്ള് ബിയർ കുപ്പികള് അങ്ങനത്തെ കുറെ വേസ്റ്റ് പാസേജ് ആയത്. നമ്മുടെ ബീച്ച് റോഡിലേക്ക് പോകുന്ന ഏരിയ ഫുള്ള് സൈഡിൽ ഫുള്ള് വേസ്റ്റ് ആയിരുന്നു. അമ്മാതിരി തിരക്കായിരുന്നില്ലേ? അതിന്റെ വേസ്റ്റ് അവിടെ കാണാൻ. അപ്പൊ നമ്മളൊരു സിവിക് സെൻസ് എന്ന് പറഞ്ഞിട്ട് വേറൊരു വീഡിയോ കൂടി നമ്മൾ അതിന്റെ ബാക്കിൽ ചെയ്തു. അപ്പോൾ അതിൽ നമ്മൾ ലൊക്കേഷൻ കാണിച്ചിരിക്കുന്ന ആക്ച്വലി ആ പാസേജ് ആണ്. ബീച്ച് റോഡിലേക്ക് പോകുന്ന ഏരിയയിൽ കിടക്കുന്ന നിറച്ച് വേസ്റ്റ് ആണ്. അപ്പൊ മൊത്തത്തിൽ എന്ന് വെച്ചാൽ ഒരു പരിപാടി നടക്കുമ്പോൾ എല്ലാവരും ഉണ്ട്, പരിപാടിക്ക് ശേഷം
അറിയുന്നില്ല. ശരിക്കും ഡിസംബർ 31 ആകുമ്പോഴത്തേക്കും നമ്മൾ ക്രിസ്മസ് ട്രീ പറഞ്ഞു പോകും. അത് കഴിഞ്ഞിട്ടുള്ള ക്രിസ്മസ് ട്രീനെ പറ്റി ആരും അറിഞ്ഞിട്ടില്ല, ആരും കണ്ടിട്ടില്ല. അതെ, ആ പരിസരം നമ്മൾ ക്ലീൻ ചെയ്യണം എന്നുള്ളതാണ്. ഓക്കെ, നിങ്ങളപ്പോ ആ ക്രിസ്മസ് ട്രീയുടെ ഭാഗം മാത്രം ക്ലീൻ ചെയ്ത്? പക്ഷെ ആ ഏരിയ ഉണ്ട് ഫുൾ ക്ലീൻ ചെയ്യാൻ. ഗ്രൗണ്ട് ഫുള്ള് ഞങ്ങൾ രണ്ടുപേരെ കൊണ്ട് ക്ലീൻ ചെയ്യാന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല. അപ്പൊ ഞങ്ങള് ആ ക്രിസ്മസ് ട്രീയുടെ അടി മാത്രം ആ ഏരിയ ഞങ്ങളുടെ 2 പിള്ളേരും കൂടി ചേർന്ന് ഇത് ചെയ്യണപ്പോ ഞങ്ങളുടെ വന്നു. അപ്പൊ നിങ്ങൾ രണ്ടുപേരും മാത്രമായിട്ടാണ് ആദ്യം പോയത് അത് ക്ലീൻ ചെയ്യാൻ? അത് കഴിഞ്ഞപ്പോ അവിടെ ലോക്കലി കളിക്കുന്ന ഒരു പിള്ളേര് വന്നിട്ട് ഞങ്ങളുടെ ഗ്രൗണ്ട് ആണ് എന്ന് പറഞ്ഞ് ഞങ്ങളും കൂടെ കൂടാന്ന് പറഞ്ഞിട്ട് അങ്ങനെ വന്നു. 2 കുഞ്ഞു പിള്ളേര്, മാക്സിമം ഒരു 3-ലോ 4-ലോ പഠിക്കുന്ന ചെറിയ പിള്ളേര്. ബാക്കിയുള്ളവർക്കാണല്ലോ നിങ്ങൾ ക്ലീൻ ചെയ്യണൊക്കെ. ബാക്കി ആൾക്കാർ അവിടെ നോക്കിയിപ്പുണ്ട്, എല്ലാരും നോക്കിയിപ്പുണ്ട്. അല്ല, ആക്ച്വലി ഇതൊരു സംഭവം എന്ന് വെച്ചാല് എല്ലാവരും ക്ലീനിങ് എന്ന് പറയുമ്പോൾ ഇറങ്ങി വരില്ല. നമ്മുടെ വീട്ടിലെ സാധനം അല്ല, പിന്നെ എന്തുകൊണ്ട് ചെയ്യണം എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡ് പൊതുവെ ഉണ്ട് ആൾക്കാർക്ക്. അപ്പൊ അത് നമ്മളും കൂടി കുറച്ച് സപ്പോർട്ട് ചെയ്താൽ മാത്രമാണ് നമുക്ക് നമ്മുടെ നാട് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. ഇപ്പൊ ഈ 2 മാസം ജനുവരി 2-ാം തീയതി തൊട്ട് തുടങ്ങിയതാണ്, ഏകദേശം 2 മാസങ്ങൾ കഴിയാറായി. നിങ്ങൾ എത്ര സ്ഥലങ്ങൾ ടോട്ടൽ കൊച്ചിയിൽ ക്ലീൻ ചെയ്തു? അതായത് ക്ലീനിങ് ക്യാമ്പയിൻ നമ്മൾ ചെയ്തേക്കണ ഏകദേശം ഒരു 10 നമ്പർ എടുത്ത് ക്ലീനിങ് ക്യാമ്പയിൻ നമ്മൾ ചെയ്തിട്ടുണ്ട്. അല്ലാണ്ട് വീഡിയോയിൽ ഇല്ലാത്ത കുറെ പാട് കാര്യങ്ങൾ നമ്മൾ വേറെ ചെയ്തിട്ടുണ്ട്. വീഡിയോ ഇപ്പോൾ ക്ലീനിങ് ചെയ്യുമ്പോൾ എല്ലാവരും പറയണമെന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്തിനാ വീഡിയോ എടുക്കണമെന്ന്. ആക്ച്വലി അതാണ് നമ്മുടെ മെയിൻ പർപ്പസ്. കാര്യം ഞങ്ങൾ 2 പേരെ കൊണ്ട് ക്ലീൻ ചെയ്യില്ല, നമ്മളെ ഗ്രൂപ്പ് ആൾ ക്ലീൻ ചെയ്ത് നടക്കില്ല ഫുള്ള്. അപ്പൊ ഈ വീഡിയോ ഇടുമ്പോൾ ഇത് കണ്ടിട്ട് ഒരുപാട് പേര് ഇൻഫ്ലുവൻസ് ആവുന്നുണ്ട്. അവർ നമുക്ക് വീഡിയോ അയച്ചു തരുന്നുണ്ട്, ഞങ്ങളിങ്ങനെ നിങ്ങളുടെ വീഡിയോ കണ്ടിട്ട് ചെയ്തു, ഞങ്ങളുടെ ഏരിയ ക്ലീൻ ചെയ്തു. ഒരുപാട് പേര് ഇപ്പൊ ലാസ്റ്റ് ടൈം വാഗമണില് കുറച്ച് ചേട്ടന്മാര് ചേർന്നിട്ട് ഒരു ഏരിയ നിറച്ച് ക്ലീൻ ചെയ്തു. അപ്പൊ ഒരു എന്താ പറയാ ഒരു 5-6 ചാക്ക് കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്തിട്ട് അതിന്റെ വീഡിയോസ് നമുക്ക് അയച്ചു തന്നു. ഇപ്പൊ ലാസ്റ്റ് ടൈം വേറൊരു കുട്ടി ഫോർട്ട് കൊച്ചി ബീച്ചിന്റെ ബാക്ക് സൈഡ് ഒക്കെ ക്ലീൻ ചെയ്തിട്ട് ആ കുട്ടിയുടെ വീഡിയോ അത്യാവശ്യം നല്ല രീതിയിൽ റീച്ച് ആയിട്ടുണ്ട്. 1 മില്യൺ അടുത്തെന്തോ കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവളും നമുക്ക് വീഡിയോ അയച്ചു തന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, ചേച്ചിനെ കണ്ടിട്ടാ നമ്മളിങ്ങനെ ചെയ്തേ. അപ്പൊ അങ്ങനെ കേൾക്കുമ്പോ ഒരു ഭയങ്കര രസം. ഒരുപാട് മെസ്സേജ് കിടപ്പുണ്ട്. ഇപ്പോൾ ഒരുപാട് പേര് നമ്മുടെ ഇവിടെ ക്യാമ്പയിൻ. ഇന്നലെ ഒരാൾ വിളിച്ചിട്ട് പറഞ്ഞു, അയാൾ സോളാറിന് എന്തോ പരിപാടി ചെയ്യുന്ന ആളാണ്. അപ്പൊ നിങ്ങളുടെ അടുത്ത ക്യാമ്പയിനിൽ എന്റെ 4 വർക്കേഴ്സിന് ഞാൻ വിട്ടുതരാം, നിങ്ങളൊന്നും ചെയ്യേണ്ട, 4 വർക്കേഴ്സിന് വിട്ടുതരാം. നിങ്ങൾക്ക് ഫിനാൻഷ്യലി, അതായത് എന്തെങ്കിലും ക്യാമ്പയിന്റെ ഭാഗമായിട്ട് എന്തെങ്കിലും പേയ്മെന്റോ അങ്ങനെ എന്തെങ്കിലും ക്യാഷ് വേണമെന്നുണ്ടെങ്കിൽ, ഫണ്ട് വേണമെന്നുണ്ടെങ്കിൽ അതും റേസ് ചെയ്യാം, പുള്ളി ഓക്കെ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ചെയ്യണ വലിയ കാര്യമാണ്. അങ്ങനെ ഒരുപാട് പേര് ചിലപ്പോൾ കുറെ പേർക്ക് നിങ്ങളെ സഹായിക്കാൻ, അല്ലെങ്കിൽ നമ്മളും ഈ പറഞ്ഞ ക്ലീൻ ചെയ്യണം എന്ന് വിചാരിക്കണൊക്കെ ഉണ്ടാവും, ചിലപ്പോൾ സമയം ഉണ്ടാവില്ല അങ്ങനത്തെ. അതുകൊണ്ടായിരിക്കും ഇങ്ങനത്തെ. അതെ അതെ. ഇപ്പൊ കുറെ പേര് ഈ പറഞ്ഞ പോലെ മെസ്സേജ് ഇപ്പൊ നമുക്ക് ആദ്യമൊക്കെ കുറച്ച് നെഗറ്റീവ്സ് വന്നെങ്കിലും ഇപ്പൊ ഇൻബോക്സ് നിറച്ച് നിങ്ങൾക്ക് പോസിറ്റീവ് റെസ്പോൺസ് ഉണ്ട്. യെസ്, അത് ഭയങ്കരമായിട്ട് ശരിക്കും അതാണ് ഞങ്ങളെ ബൂസ്റ്റ് ചെയ്യുന്നത്. നമുക്കൊരു സെൽഫ് സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നുണ്ട്. ഇങ്ങനെ ആൾക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആൾക്കാർക്കും അത് ഹെൽപ്ഫുൾ ആണ്, അവരും ശരിക്കും നമ്മളെ കണ്ട് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഞങ്ങൾ വർക്ക് ചെയ്യുന്ന സ്ഥലങ്ങളിലാണെങ്കിൽ പോലും നെക്സ്റ്റ് ടൈം പറയും ഞങ്ങളും വരാം, ആ ഒരു രീതിയിലേക്ക് എത്തി. അതെ, ഞങ്ങളെ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് വരും ബോസ്മാർ അടുത്ത ഞങ്ങൾ വരാം, അങ്ങനെ പറയണം. എല്ലായിടത്തും ഒരു സ്ഥലത്തും നെഗറ്റീവ് ഇല്ല. ഇനിഷ്യലി നെഗറ്റീവ് ഉണ്ടായിരുന്നു പല സ്ഥലത്തും. മനസ്സിലായി. നിങ്ങൾ രണ്ടാളും ഈ പറഞ്ഞ പോലെ തന്നെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിലും ഈ ക്ലീൻ ചെയ്യുന്ന, വീഡിയോ എഡിറ്റ് ചെയ്ത് അത് അപ്ലോഡ് ആക്കുന്ന, ഹൗ ഡിഡ് യു ഫൈൻഡ് ദ ടൈം? അതാണ് ഏറ്റവും വലിയ പ്രശ്നം. എങ്ങനെയാണ് ഇതിലെല്ലാം കൂടെ സമയം? ആക്ച്വലി ഞങ്ങൾ 2 പേരും വീക്ക് ഓഫ്സ് എടുക്കുന്നത് ഒരേപോലെയാണ്. ഇപ്പൊ എനിക്ക് പൊതുവെ സൺഡേസിൽ അങ്ങനെ വർക്കില്ല, പക്ഷെ ചില സൺഡേസിൽ എനിക്ക് കയറേണ്ടി വരും. ആള് ഫിനാൻസ് എക്സ്ട്രാ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം സൺഡേസിലും വർക്ക് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. മന്ത് എൻഡിങ്ങൊക്കെ ആകുമ്പോൾ പറയേ വേണ്ട, ഫുള്ളി വർക്കാണ്. ഒരു ദിവസം നമുക്ക് ലീവ് കിട്ടിക്കഴിഞ്ഞാൽ ഷെഡ്യൂൾഡ് പ്രോഗ്രാമാണ്. ഇപ്പൊ നമുക്ക് 2 കണ്ടന്റ് എടുക്കാനുണ്ടാവും, വേറെ പ്രൊമോഷൻ ഉണ്ടാവും, അതിന്റെ കൂടെ ഒരു ക്ലീനിങ് ക്യാമ്പയിൻ ചെയ്യാനുണ്ടാവും. അപ്പം ഒരു ദിവസം 3-4 ഷെഡ്യൂൾ ചെയ്തിട്ട് ഇറങ്ങണേ. പല ഡ്രസ്സ്, അതായത് പല സ്ഥലത്ത് പോയി ഡ്രസ്സ് മാറുന്നു, അടുത്ത സ്ഥലത്ത് പോകുന്നു, അടുത്ത ലൊക്കേഷൻ കൊച്ചിയിൽ നിന്ന് അടുത്ത ലൊക്കേഷൻ. ഒരു ദിവസം ഇത്രയും സ്ഥലത്ത് പോകുന്നുണ്ട്. അത് അല്ല, ഇത് കഴിഞ്ഞിട്ട് കാര്യം ഒരു ദിവസമാണല്ലോ ഇത് കഴിഞ്ഞിട്ട് വീട്ടിൽ പോകണം, എഡിറ്റ് ചെയ്യണം, രാവിലെ തിരിച്ച് ജോലിക്ക് കയറണം, ജോലിയിൽ നിന്ന് കഴിഞ്ഞ് പിന്നെ ഇറങ്ങണം, പിന്നെ ഇറങ്ങിയിട്ട് വൈകിട്ടുള്ള ടൈം ഉണ്ടല്ലോ 6 മണി കഴിഞ്ഞിട്ടുള്ള ടൈം. അല്ല, ഞാൻ പറയാലോ, എന്നെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഞാൻ വീഡിയോ എടുക്കുന്നു, ഞാൻ പോകുന്നു, എന്നെ വെച്ചിട്ട് അത്രേ ഉള്ളൂ. ബാക്കി ഇതിന്റെ പരിപാടിയിൽ എഡിറ്റിംഗ് കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് വിഷ്ണുവാണ്. സോ അപ്പൊ അതിൽ കൂടെ എനിക്കൊരു പരിധി വരെ ഞാൻ എനിക്ക് നന്നായിട്ട് ഉറങ്ങാം, ഞാൻ സേഫ് സൈഡ് ആണ്. ആ വീഡിയോയിലെ സമയത്ത് കുറച്ച് നേരത്തേക്ക് എന്താ പറയാ വീഡിയോ എടുക്കുന്ന സമയത്ത് ഞാൻ ഒന്ന് പണിയെടുത്താൽ മതി, ബാക്കിയെല്ലാം ആളാണ് ഹാൻഡിൽ ചെയ്യുന്നത്. മെയിൻ ആയിട്ട് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ 2 പേരെ കൊണ്ട് ഒന്നും നടക്കില്ല, ഒന്നും നടക്കില്ല. അല്ല, ക്ലീനിങ് ഇപ്പൊ എന്തോരം ക്ലീൻ ചെയ്യാൻ പറ്റും 2 പേരെ കൊണ്ട്. നമ്മൾ ആ സമയത്ത് ഒരു വലിയ മാസമായിട്ടുള്ള കുറച്ച് ഒരുപാട് ഏരിയ നമുക്ക് ഒറ്റയ്ക്ക് ക്ലീൻ ചെയ്യാൻ പറ്റും. അപ്പൊ അത് തന്നെ ഞങ്ങളുടെ ഉദ്ദേശം, വലിയൊരു ക്യാമ്പയിൻ വെക്കുക, ക്ലീനിങ് ക്യാമ്പയിൻ, വലിയൊരു ക്യാമ്പയിൻ വെച്ചിട്ട് കൊച്ചി മാത്രമല്ല നമുക്ക് കേരളത്തിൽ എവിടെയും ക്ലീൻ ചെയ്യാൻ ആ ഒരു രീതിയിൽ. മനസ്സിലായി.
ഹാഷ്ടാഗ് ലെറ്റ്സ് ലെറ്റ്സ് ക്ലീൻ ഇന്ത്യ. ഇന്ത്യ ഇന്ത്യ നമുക്ക് ഇന്ത്യ ഫുൾ ഇന്ത്യയാണ് നമുക്ക്. ഇപ്പൊ നമുക്ക് ഇനിഷ്യലി സ്റ്റാർട്ടിങ് നമുക്ക് നമ്മുടെ കൊച്ചി സ്റ്റാർട്ട് ചെയ്ത് പിന്നെ ഓൾ കേരള ആക്കുക, ദെൻ എക്സ്പാൻഡ് ചെയ്യാന്നുള്ളൊരു പ്ലാനിലാണ് നമ്മൾ ഇന്ത്യ എന്ന് പറയാൻ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിലെ വേറെ സ്റ്റേറ്റ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ കേരളം സെറ്റാണ്. അതെ കറക്റ്റ് ആണ്. ഈ ക്ലീനിങ്ങിന്റെ കാര്യത്തിലാണെങ്കിലും എല്ലാം നമ്മൾ സെറ്റാണ്. പക്ഷേ നമ്മുടെ കുറ്റം പറയണല്ല, പക്ഷെ നമുക്ക് കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള വേസ്റ്റ് മാനേജ്മെന്റ് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. ഇപ്പൊ നമ്മൾ ചെന്നൈയിട്ട് പോയിട്ട് തിരിച്ചു വരുവാണെങ്കിൽ നമ്മുടെ നാടിന്റെ വില നമുക്ക് അറിയാൻ പറ്റും. മനസ്സിലാവും. റോഡ് സൈഡിൽ ഫുള്ള് വേസ്റ്റ് എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. നമ്മുടെ ആൾക്കാരാണെങ്കിൽ ഇപ്പോൾ സ്ട്രീറ്റ് ആണെങ്കിൽ അവർ കടക്കാർ അടിച്ചു കൂട്ടി അവർ മാറ്റിയിടും. ഇത് ചെന്നൈയിലൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞാൽ അടിച്ച് റോഡിന്റെ നടുക്കാ കൂട്ടിയിടണല്ല. പക്ഷെ നമ്മുടെ ആൾക്കാർക്ക് ബോധമുണ്ട് പ്രോപ്പറായിട്ട് എവിടെ വേസ്റ്റ് കളയണം എന്നുള്ള ഒരു കാര്യം അറിയാത്തതിന്റെ പ്രശ്നം മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇനി നിങ്ങൾ ഒരു സ്ഥലത്ത് ക്ലീൻ ചെയ്യുമ്പോൾ അവിടെ പലതരത്തിലുള്ള വേസ്റ്റുകൾ ഉണ്ടാവും. പ്ലാസ്റ്റിക് വേസ്റ്റ് ഉണ്ടാവും, അതല്ലാത്ത വേസ്റ്റുകൾ ഉണ്ടാവും. എങ്ങനെ നിങ്ങൾ ഇതൊക്കെ സെഗ്രിഗേറ്റ് ചെയ്യാം? നമ്മൾ ആക്ച്വലി ഇപ്പം നിലവിൽ സെഗ്രിഗേഷൻ ചെയ്തിട്ടില്ല. നമ്മൾ സെഗ്രിഗേഷൻ എന്ന് വെച്ചാൽ ആകെ ഉദ്ദേശിക്കുന്ന പ്ലാസ്റ്റിക് വേസ്റ്റും പേപ്പർ വേസ്റ്റും മാത്രമാണ് സെഗ്രിഗേറ്റ് ചെയ്തിട്ടുള്ളൂ. അല്ലാതെ നമ്മളൊന്നും ചെയ്തിട്ടില്ല. ജസ്റ്റ് റാപ്പ് ചെയ്ത് നമ്മൾ തന്നെ വെക്കുകയാണ്. കാരണം ഇത് റാപ്പ് ചെയ്ത് അല്ലെങ്കിൽ വേറെ വെച്ചാലും ഇത് കൊണ്ടുപോകണം എവിടെയാണെന്നുള്ളത് നമുക്ക് കൺഫ്യൂഷൻ ആണ്. അതാണ് ചോദിക്കാൻ വന്നത്. നിങ്ങൾ ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ട് ആ ഒരു ബൾക്ക് ഓഫ് വേസ്റ്റ് അത് നിങ്ങൾ എവിടെ കളയുന്നുള്ളൂ? ഇപ്പം നമ്മൾ നിലവിൽ ലാസ്റ്റ് ടൈം കളഞ്ഞതൊക്കെ എന്ന് വെച്ചാൽ ഇപ്പോൾ കോർപ്പറേഷൻ്റെ മറ്റേ ഒരു ബോട്ടിലുണ്ടല്ലോ, ആ ബോട്ടിലേക്കാണ് പൊതുവെ ബോട്ടിൽ മാത്രം ഇടാനുള്ള സ്ഥലമാണ് ഈ പനമ്പള്ളിയിലുള്ളത്. പക്ഷെ അവിടെ ഫുള്ള് വേസ്റ്റ് ആയിട്ടാണ്. കാര്യം ഈ വേസ്റ്റ് ഇടാനുള്ള സ്ഥലം ഇല്ല. അപ്പൊ ബോട്ടിലിന്റെ ഉള്ളിൽ തന്നെയാണ് വേസ്റ്റും ഫുള്ളും പല കളറിലെ കവറിൽ കെട്ടിയാണ് ആൾക്കാർ നമുക്ക് വേറെ നിവർത്തിയില്ല കാര്യം ഇട്ട് വെച്ചേക്കുന്നത്. പനമ്പള്ളി നമ്മുടെ വാക്കുവയുടെ അറ്റത്ത് പോയി നോക്കിക്കഴിഞ്ഞാൽ ആ ബോട്ടിൽ നിറച്ച് ഇങ്ങനെയുള്ള വേസ്റ്റാണ് കിടക്കുന്നത്. അവിടെ ബോട്ടിൽ വേസ്റ്റ് അല്ല കിടക്കുന്നത്. അപ്പൊ ഇത് കളക്ട് ചെയ്യൂ എന്നിട്ട് ലാസ്റ്റ് കളക്ട് ചെയ്യും. അങ്ങനെ അതിൽ കൊണ്ടിടണ ശരിക്കും പറഞ്ഞാൽ പ്ലാസ്റ്റിക് ബോട്ടിൽ ഇടാൻ വേണ്ടി. പക്ഷെ അവിടെയാണ് എല്ലാവരും വേസ്റ്റ് ഇടുന്നത്. എവിടെ ഇടും? ബാക്കി ഈ വേസ്റ്റ് നമ്മൾ എവിടെ ഇടും? അതാണ് ചോദ്യം. ആക്ച്വലി നമ്മുടെ ഒരു വേസ്റ്റ് മാനേജ്മെന്റ് സിസ്റ്റം എങ്ങനെയാന്ന് വെച്ചാല് നമുക്ക് ഈ പറഞ്ഞ വാട്ടർ ബോട്ടിലിന്റെ വേസ്റ്റ് ഉണ്ടല്ലോ, അത് ശരിക്കും ടൂറിസ്റ്റുകൾക്ക് പ്ലാസ്റ്റിക് ബോട്ടിൽ ഇടാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്തതാണ്. അല്ലാതെ അവരവിടെ കൊണ്ട് കളയും. അതുകൊണ്ടാണ് നമ്മളും പിന്നെ അത് ബോട്ടിൽസ് ഇട്ടിട്ട് പോകുന്നത്. ദാറ്റ്സ് ഓക്കെ. പിന്നെയും പക്ഷേ ഈ പറഞ്ഞ പോലെ തന്നെ ഡസ്റ്റ്ബിൻ നമ്മൾ കൊച്ചിയിൽ എവിടെയെങ്കിലും വെക്കുകയാണെങ്കിലും ഇപ്പൊ വാട്ടർ ബോട്ടിലേൽ തന്നെ കൊണ്ടുവന്ന ആളുകൾ ഇടുന്നത്, ഈ ഇതിലൊക്കെ കൊണ്ടുവന്ന ആളുകൾ പേഴ്സണൽ വീട്ടിലെ വേസ്റ്റ് ഒക്കെ ഇടും. ശരിക്കും അത് പബ്ലിക് റോഡിൽ വെക്കേണ്ട സാധനം അതുകൊണ്ടാണ് വെക്കാൻ പറ്റാത്തതെന്നാണ് ശരിക്കും. ബോട്ടിലിന്റെ കൂടെ ഈ ബോട്ടിൽ എന്ന് പറഞ്ഞ ബോട്ടിലിന്റെ കൂടെ ബാക്കി വേസ്റ്റ് ഇടാനുള്ള ഒരു സാധനം വെച്ച ആൾക്കാർ അതിലേ ഇടുള്ളൂ, ബോട്ടിൽ ഒരിക്കലും ഇടില്ല. അതെ, പക്ഷെ നമ്മുടെ വീട്ടിലുള്ള വേസ്റ്റിലൊക്കെ ശരിക്കും ഹരിതകർമ്മസേന വന്ന് കളക്ട് ചെയ്യും എന്നുള്ള സംഭവമാണ്. നമ്മള് ഹോട്ടലിലൊക്കെ വെച്ചിട്ടൊരു മിഠായിയോ ഇപ്പൊ നമ്മുടെ കയ്യിൽ ഒരു ചോക്ലേറ്റ് ഉണ്ടെന്ന് വെച്ചോ, അത് നമ്മൾ ഏത് പബ്ലിക് പ്ലേസിൽ കഴിച്ചാലും നമ്മളത് കടയിൽ നിന്ന് വാങ്ങിയതായിരിക്കും. അപ്പൊ ആ കടയിൽ തന്നെ അത് കളയാ, ഇല്ലെങ്കിൽ നമ്മൾ കൈ വെച്ചിട്ട് വീട്ടിൽ കളയാന്നാണ് ശരിക്കും. അങ്ങനെയാണ് സിസ്റ്റം വർക്ക് ചെയ്യണേന്ന് ഞാൻ അറിഞ്ഞത്. ഇനി അതുകൊണ്ടായിരിക്കാം നമുക്ക് ഇവിടെ വേസ്റ്റ് ബാസ്കറ്റ് ഒന്നും ഇല്ല. അതെ, ഇപ്പൊ ഞാൻ പറയാലോ, ഇപ്പൊ ഞാനൊരു സാധനം ഒരു കടയിൽ നിന്ന് മേടിച്ച് എനിക്ക് അപ്പൊ കഴിക്കണ്ട, ഞാൻ ട്രാവൽ ചെയ്യുന്ന സമയത്തായിരിക്കും കഴിച്ചു. ഞാൻ പുറത്തിറങ്ങി കഴിയുമ്പോഴത്തേക്കും വേസ്റ്റ് ആണ്, എനിക്ക് സ്ഥലമില്ല. അപ്പോൾ ആൾക്കാർ എന്താ ചെയ്യുന്നത്? ഇടുക, നേരെ താഴത്തേക്ക് ഇടുക. ഇതാണ് ആക്ച്വലി ചെയ്യുന്നത്. പക്ഷെ എനിക്ക് പണ്ട് തൊട്ടൊരു സാധനം ഉണ്ട്, എന്റെ ബാഗിന്റെ സൈഡിലായിരിക്കും വേസ്റ്റ് ഫുള്ള്. എനിക്ക് വേസ്റ്റ് പുറത്തിടാൻ വെച്ച് മടികൾ കൊടുത്തില്ല. എന്റെ ബാഗിന്റെ 2 സൈഡിലായിരിക്കും എന്റെ മിഠായിന്റെ കവറെല്ലാം നിൽക്കും. ഞാൻ വീട്ടിൽ കൊണ്ടുപോകും. എനിക്ക് അങ്ങനെ ഒരു ഉള്ള ആളാണ് ഞാൻ. അപ്പൊ എന്റെ ബാഗിൽ ആണ് ഞാൻ കഴിക്കുന്നതിന്റെ വേസ്റ്റ് ഉള്ളത്. പക്ഷെ ഇതുപോലെ ആയിരിക്കണില്ല എല്ലാവരും. ഞാൻ പറഞ്ഞല്ലോ, ഒരു ബസ് സ്റ്റാൻഡ് നമ്മൾ ക്ലീൻ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ അവിടെ ഏറ്റവും കൂടുതലുള്ള ടിക്കറ്റ്സും മിഠായിന്റെ കവർ, ലേസിന്റെ പാക്കറ്റ്സ്, പിന്നെ എന്തെങ്കിലും സോഫ്റ്റ് ഡ്രിങ്ക്സിന്റെ കുപ്പികളാണ് കൂടുതലുള്ളത്. ഇത് കളയാൻ അവിടെ ഒരു സ്ഥലം ഉണ്ടെങ്കിലല്ലേ കളയുള്ളൂ. ഇല്ലെങ്കിൽ ആൾക്കാർ എന്താ ചെയ്യുക? ബസ് സ്റ്റോപ്പാണ്, ഒബ്വിയസ്ലി കടകളുണ്ടാവും, സാധനം മേടിക്കും, അവിടെ ഇട്ടിട്ട് പോകും. അത് മാറണമെങ്കിൽ അവിടെ വേസ്റ്റ് ബിൻ വേണം. ഗവൺമെന്റിന്റെ സൈഡിൽ നിന്ന് നോക്കുമ്പോഴത്തേക്കും ചിലപ്പോൾ അത്രയും ഇപ്പോൾ വേസ്റ്റ് ബാസ്ക്കറ്റ് വെച്ച് കഴിഞ്ഞാൽ ബൾക്കായിട്ട് ചിലപ്പോൾ ആൾക്കാർ കൊണ്ട് എന്ത് ചെയ്യും? അവിടെ കൊണ്ടിടും. ആ ഒരു ഇതുള്ളതുകൊണ്ടായിരിക്കും. പക്ഷെ അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ അല്ലെങ്കിൽ റോട്ടിൽ കിടക്കുന്ന വേസ്റ്റ് ക്ലീൻ ആവില്ല. അവർ ചെയ്യുന്നില്ല എന്നുള്ളതല്ല, അവർ ചെയ്തില്ലെങ്കിൽ ഇങ്ങനെയൊന്നും അല്ല നമ്മുടെ നാട് കിടക്കുന്നത്. ചെയ്യുന്നുണ്ട്, നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട്. പക്ഷെ എത്ര നമുക്ക് അതിലും കൂടുതൽ വേണം. പക്ഷെ ഞാൻ നമ്പർ 1 സ്റ്റേറ്റ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, നമുക്ക് അതിലും നമ്പർ 1 ആവണം. പക്ഷെ ഞാനൊരു കാര്യം പറയാം, ഞാൻ ലാസ്റ്റ് നമ്മൾ തൃപ്പൂണിത്തുറ സൈഡിൽ പോയി കഴിഞ്ഞാൽ അത്യാവശ്യം വേസ്റ്റ് ബിൻ വെച്ചിട്ടുണ്ട്, ബാസ്ക്കറ്റ് വെച്ചിട്ടുണ്ട്. നമ്മുടെ തൃപ്പൂണിത്തുറ കിഴക്കേക്കോട്ട അവിടെ ഉണ്ട്, ബ്ലൂ കളർ 2 ബാസ്ക്കറ്റ് സെപ്പറേറ്റ് പ്ലാസ്റ്റിക് വേസ്റ്റ്, പേപ്പർ വേസ്റ്റ് സെപ്പറേറ്റ് വെച്ചിട്ടുണ്ട്. നമ്മുടെ കിഴക്കേക്കോട്ടയിൽ വെച്ചിട്ടുണ്ട്, കിഴക്കേക്കോട്ട പള്ളീന്റെ അവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ കരിങ്ങാച്ചിറ അവിടെയൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന ആൾക്കാരും ഉണ്ട്, ചെയ്യുന്ന സ്ഥലങ്ങളും ഉണ്ട്. പക്ഷെ ഇത് എല്ലായിടത്തും വെച്ചാലാണ് അതിനൊരു ഉപകാരം ഉണ്ടാവുള്ളൂ. പിന്നെ ആൾക്കാർ കൂടുന്ന സ്ഥലത്താണ് മെജോറിറ്റി അങ്ങനെയുള്ള സാധനങ്ങൾ വേണ്ടത്. അപ്പൊ അതില്ലാത്തതാണ് ഇവിടുത്തെ ഒരു പ്രശ്നം. ഞങ്ങളോട് തന്നെ ക്ലീൻ ചെയ്തിട്ട് എല്ലാവരും പറയണം, ക്ലീനിങ് കഴിയുമ്പോൾ നിങ്ങൾക്ക് അവിടെ വേസ്റ്റ് ബിന്നോറം വെക്കാൻ പാടില്ല. വേസ്റ്റ് ബിൻ വെക്കാം, നമുക്ക് എത്ര വേണമെങ്കിലും വേസ്റ്റ് ബിൻ വെക്കാം. ലാസ്റ്റ് ഇത് ആര് മാനേജ് ചെയ്യും?
അതാണ് പ്രശ്നം. വേസ്റ്റ് സെപ്പറേറ്റ് പുറത്തുനിന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ചിലപ്പോൾ ഗവൺമെന്റിന്റെ സൈഡിൽ നിന്ന് ക്ലീൻ ചെയ്യണമെന്നില്ല. നമ്മൾ വെക്കാം വേസ്റ്റ്, പിന്നെ നമുക്ക് എല്ലായിടത്തും വെക്കാം. ഇത് മാനേജ് ചെയ്യലാണ് പ്രശ്നം. ഈ വേസ്റ്റ് നമ്മൾ എവിടെ കളയും ലാസ്റ്റ്? അതാണ് ഇപ്പൊ നിങ്ങൾ ഫേസ് ചെയ്യുന്ന ഒരു വലിയ പ്രോബ്ലം. അതാണ് ഏറ്റവും വലിയ പ്രോബ്ലം. ഇപ്പൊ നിങ്ങളപ്പോ ഈ വേസ്റ്റ് ഒക്കെ എന്നിട്ട് നിങ്ങൾ സപ്പോസ് ഒരു സ്ഥലത്ത് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളത് ഞങ്ങളിപ്പോ നടക്കുവാണ്, ഞങ്ങളെ ലൊക്കേഷൻ നോക്കി നടക്കുവാണ്. വേസ്റ്റ് എവിടെയാണോ ലാസ്റ്റ് ടൈം നമ്മൾ ആ പാലാരിവട്ടം ഏരിയയിൽ ക്ലീൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ വേസ്റ്റ് നമ്മൾ ഓൾറെഡി കളക്ട് ചെയ്തു. നമ്മൾ ഇതൊന്നും പ്ലാൻഡ് അല്ല, നമ്മൾ വേസ്റ്റ് കളക്ട് ചെയ്ത് നമ്മൾ വീഡിയോ എടുത്ത്. അപ്പോൾ ഇത് എൻഡ് ചെയ്യണമല്ലോ, വീഡിയോ വേസ്റ്റ് എവിടെയെങ്കിലും ഡിസ്പോസ് ചെയ്യണം, എൻഡ് ചെയ്യണമല്ലോ. അപ്പോൾ ഞങ്ങൾ തപ്പി നടന്നു ഈ വേസ്റ്റും കൊണ്ട്. ഞങ്ങൾ പല സ്ഥലത്ത് ഇങ്ങനെ കറങ്ങി നടന്നു, പാലാരിവട്ടം എടപ്പള്ളി സൈഡിൽ കറങ്ങി ലാസ്റ്റ് വന്ന് കറക്റ്റ് നിന്നത് കോർപ്പറേഷൻ്റെ ഫ്രണ്ടിൽ. അത് ഞങ്ങൾ പ്ലാൻ ചെയ്തൊന്നുമല്ല, ഞങ്ങൾ വന്ന് നിന്നാ കറക്റ്റ് തപ്പി കറക്റ്റ് വന്ന് നിന്നു. അപ്പോൾ നമ്മൾ അപ്പോഴും വിചാരിക്കണത് നമ്മൾ കയറി ചെല്ലുമ്പോൾ ഒരു പോസിറ്റീവായിട്ട് റെസ്പോണ്ട് കിട്ടും, പോസിറ്റീവ് കിട്ടും. അല്ലല്ല വേസ്റ്റ് അവിടെ ഇട്ടോ, ഒറ്റ ഡയലോഗ് പറഞ്ഞാൽ മതി, വേസ്റ്റ് അവിടെ എന്നാൽ നിങ്ങൾക്ക് അവിടെ ഇടാം, ഇത്രേ ഉള്ളൂ, ചെറിയൊരു വേസ്റ്റ് കുറച്ചേ ഉള്ളൂ. അവിടെ ചെന്ന് ആദ്യം ചെന്നപ്പോൾ പറഞ്ഞു ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് ചോദിക്കാൻ പറഞ്ഞു. അവിടെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ പറഞ്ഞു അവർക്ക് അറിയില്ല എന്ന് പറഞ്ഞു. അവർ പുതിയതാണ്, ഞങ്ങൾക്ക് അറിയില്ല, എവിടെയാണ് കളയണം അറിയില്ല. ഹരിതകർമ്മ സേന അപ്പുറത്ത് ചോദിക്കാൻ പറഞ്ഞു. അപ്പുറത്ത് ഓഫീസിൽ ചെന്ന് ചോദിച്ചപ്പോൾ അവർ പറയണം അവർക്കറിയില്ല, നേരെ ഹെൽത്തിൽ ചോദിക്കാൻ. അല്ലാണ്ട് ഒരാള് അവിടുത്തെ ഒരു എന്ത് പോസ്റ്റ് ആയിക്കോട്ടെ, പ്യൂൺ ആയിക്കോട്ടെ, എന്ത് പോസ്റ്റ് ആയിക്കോട്ടെ, അവർ വന്നിട്ട് പറയാ നമ്മൾ ആ വേസ്റ്റ് അവിടെ നമുക്ക് ആ വേസ്റ്റ് ബിൻ ഉണ്ട് അന്ന് അവിടെ ഇട്ടോ പറഞ്ഞാൽ കുഴപ്പമില്ല. ഇത് ഞങ്ങൾക്ക് അറിയില്ല എന്ന് പറയുന്നത്. അവിടെ ഫുള്ള് ഫ്ലെക്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്, സ്വച്ഛ് ഭാരത്, മറ്റേത് മിഷൻ മാർച്ച്, എല്ലാ ഫ്ലെക്സും വെച്ചിട്ടുണ്ട്. പക്ഷേ ഈ വേസ്റ്റ് കളയണ കാര്യത്തിൽ അവർക്കറിയില്ല. ഇത്രയും സ്ഥലങ്ങൾ നിങ്ങൾ ക്ലീൻ ചെയ്തതിൽ ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് ക്ലീൻ ചെയ്യാനുണ്ടായ ആ ഒരു സ്ഥലം ഏതായിരിക്കും? ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ എല്ലായിടത്തും ബുദ്ധിമുട്ടാണ്. അല്ല ബുദ്ധിമുട്ടെന്നല്ല, കുറച്ച് ഒരു എന്താ പറയാ, ഒരു മോശപ്പെട്ടൊരു ഇത് തോന്നിയത് എപ്പോഴാന്ന് വെച്ചാൽ നമ്മൾ ഡച്ച് റോഡ് ക്ലീൻ ചെയ്യുമ്പോൾ അവിടെ 2 മരത്തിന്റെ ഏരിയ നമ്മൾ ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നു, ഫോർട്ട് കൊച്ചി. പക്ഷെ അതിനകത്ത് നിറച്ച് ഡൈപ്പേഴ്സാണ്, ഫുൾ ആൾക്കാർ അവിടെ ഇട്ടിട്ട് പോയിക്കോണം. അതായത് ടൂറിസ്റ്റുകൾ വന്ന് പോകണ മെയിൻ ഏരിയ ആണ് കേരള എന്ന് പറയുന്നത് ഗോഡ്സ് ഓൺ കൺട്രി. കേരളത്തിൽ ടൂറിസ്റ്റുകൾ വന്നു പോകുന്ന ഒരു മെയിൻ സ്പോട്ടാണ്. ആ മെയിൻ സ്പോട്ടിന്റെ സൈഡിലാണ് ഇത്രയും വേസ്റ്റ് കിടക്കണത്. അത് ഞങ്ങൾ 2 പേരെ കൊണ്ട് ഫുൾ ക്ലീൻ ചെയ്യിച്ചു. അവിടെ ഞങ്ങൾ ക്ലീൻ ചെയ്ത ഏരിയ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ ഒരു ഞങ്ങളത് വേസ്റ്റ് കളക്ട് ചെയ്ത് ഞങ്ങൾ ആ വേസ്റ്റ് കാര്യങ്ങളെല്ലാം സെപ്പറേറ്റ് റാപ്പ് ചെയ്തിട്ട് വേറെ സ്ഥലത്ത് കൊണ്ട് വേസ്റ്റ് ഉള്ള ഏരിയ കൊണ്ട് വെച്ചു. അപ്പൊ അവിടെ വേസ്റ്റ് ഉണ്ടെങ്കിൽ അവർക്ക് അവിടെ ഇട്ടാ പോരെ, എന്തിനാണ് മരത്തിന്റെ താഴെ അതായത് നമുക്ക് ഇരിക്കാൻ നല്ല രീതിയിൽ അവിടെ അതിന്റെ ചുറ്റിനും. അപ്പൊ അതൊരു മോശപ്പെട്ടത്. ഇപ്പൊ ചിലപ്പോൾ നമ്മുടെ നാട്ടിൽ നിന്നുള്ള ആൾക്കാരാവണമെന്നില്ല, പുറത്തുനിന്ന് വന്നവരാവാം. പക്ഷെ എന്നാൽ പോലും ഡൈപ്പേഴ്സ് ഒക്കെ ഇടുന്നത് പബ്ലിക്കായിട്ട് റോട്ടിലല്ല ഇട്ടിട്ട് പോകേണ്ടത്. ഫോറിനേഴ്സ് ഒക്കെ വരുമ്പോൾ ഇന്ത്യ എന്ന് പറയുമ്പോൾ അവർക്ക് എല്ലാവർക്കും ഒരു ഇതാണ് ഫീൽ, ഫുൾ വേസ്റ്റ് മറ്റേത് മറിച്ചെന്ന് പറഞ്ഞിട്ട്. പക്ഷെ അത് കേരള എന്ന് പറയുമ്പോൾ പറയണത് ഭയങ്കര നല്ലൊരു സ്റ്റേറ്റ് ആണ്, അടിപൊളിയാണെന്ന് പറയണം. പക്ഷെ നമ്മുടെ സ്റ്റേറ്റ് തന്നെ ഇങ്ങനെ കാണിക്കുമ്പോൾ സത്യം മനസ്സിലായി. കാര്യം കൊച്ചിയിൽ മെയിൻ ആയിട്ട് ഫോറിനേഴ്സും ബാക്കി ആൾക്കാർ വരുന്നത് ഫോർട്ട് കൊച്ചിയിലാണ്. ആ ഏരിയ എങ്കിലും മിനിമം നമ്മളൊന്ന് ക്ലീൻ ചെയ്തിരിക്കണ്ടേ, ബേസിക് ആൾക്കാർ നടക്കണ വഴി. ഇത് കാണുമ്പോൾ പിന്നെ എന്താ പറയണം. ഇനിയിപ്പോ നിങ്ങൾ നെക്സ്റ്റ് ക്ലീൻ ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്തിരിക്കണ എന്തെങ്കിലും ലിസ്റ്റ് ഓഫ് സ്ഥലങ്ങളുണ്ടോ? അതായത് നെക്സ്റ്റ് എന്ന് പറയുമ്പോൾ ഇനി വൈറ്റ്ല ഹബ്ബ് തന്നെ ഞങ്ങൾ ഓൾറെഡി ഇപ്പോൾ ലാസ്റ്റ് ഒരു ക്യാമ്പയിൻ നടത്തിയായിരുന്നു. പക്ഷെ അത് കുറച്ചൊരു ഏരിയ ആണ്. ഇനി പറ്റുവാണെങ്കിൽ അതൊന്ന് ഫുള്ള് ബാക്കിയുള്ള ഏരിയയും കൂടി ചെയ്യണമെന്നാണ് ആഗ്രഹം. അത് മാത്രമേ ഉള്ളൂ. ഇപ്പൊ വന്നിട്ട് അവിടെ ചെയ്യും ഇവിടെ ചെയ്യും. ലാസ്റ്റ് വർക്കല ബീച്ചിന്റെ സൈഡിൽ ബാക്കിലേക്കുള്ള ആ ഒരു സൈഡിലെ അവിടെ നിറച്ച് പ്ലാസ്റ്റിക് വേസ്റ്റ് ഒക്കെ കിടക്കുന്ന വീഡിയോസ് ഒക്കെ അയച്ചു തന്നിട്ട് ഇവിടെ വന്ന് ക്ലീൻ ചെയ്യും. ഞങ്ങൾ വരും, പക്ഷെ ഞങ്ങൾക്ക് ടൈം ഇല്ലാത്തൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ. വർക്കല വരെ പോയി നമുക്ക് ക്ലീൻ ചെയ്യാം. ഞങ്ങൾക്ക് ടൈമില്ല, അതാണ് പ്രശ്നം. നമ്മുടെ കൂടെ കുറച്ച് ആൾക്കാരുണ്ടെങ്കിൽ നമുക്ക് എല്ലാവരും ക്ലീൻ ചെയ്യാം. പക്ഷെ എനിക്ക് തോന്നുന്നൊരു കാര്യം എന്താ പറയുക, ഇപ്പൊ ഞങ്ങളോട് വന്നിട്ട് ക്ലീൻ ചെയ്യും എന്ന് പറയുന്നതിലും കുറച്ചുകൂടെ ബെറ്റർ ആണ് അവര് തന്നെ കുറച്ചുകൂടെ ഇനിഷ്യേറ്റീവ് എടുത്തു കഴിഞ്ഞാൽ, അവരുടെ ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സിനെ വെച്ച് കഴിഞ്ഞാൽ അവർക്കും ചെയ്യാവുന്നതാണ്. അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പക്ഷെ ചില ആൾക്കാർ ഉദ്ദേശിക്കുന്നത് നമ്മൾ വേസ്റ്റ് മാത്രം എടുക്കുന്ന ആൾക്കാരാണ്. ആ ഒരു രീതിയിൽ അവിടെ ക്ലീൻ ചെയ്യും ഇവിടെ ക്ലീൻ ചെയ്യും. പക്ഷെ അതല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഞങ്ങൾ ഇത് ചെയ്ത് കാണിച്ചാൽ വീഡിയോ എടുക്കുന്നതിന്റെ പർപ്പസ് ഇതാണ്, നമ്മളെപ്പോലെ തന്നെ മറ്റുള്ളവരും എതിർക്കണം, ഇൻഫ്ലുവൻസ് ആവണം. അത് ചെയ്താലാണ് ഇത് മൊത്തം നമ്മുടെ ഉദ്ദേശിക്കുന്നത് നടക്കുള്ളൂ. മാത്രം ഇത് നടക്കുന്ന കാര്യമല്ല, കാര്യം ഗവൺമെന്റിനെ കൊണ്ട് ഫുൾ നടക്കണമല്ല. അപ്പൊ നമ്മൾ 2 പേരെ കൊണ്ട് എന്തായാലും ഇത് നടക്കില്ല. എന്തായാലും നമ്മുടെ മാക്സിമം നമ്മൾ ചെയ്യുന്നു. ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ ക്ലീൻ ചെയ്യാനായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കാതിരിക്കാനാണ് ആദ്യം നോക്കേണ്ടത്. നമ്മൾ തന്നെ വേസ്റ്റ് ഇടാൻ നോക്കുക. ഈ പറഞ്ഞ എന്തെങ്കിലും വേസ്റ്റ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ ബാഗിലോ എവിടെയൊക്കെ ഇട്ടിട്ട് പണ്ട് എനിക്ക് സാധനം ഉണ്ട് ഇപ്പോഴും. ഞാനൊരു മിഠായി കഴിച്ചു കഴിഞ്ഞാൽ എന്റെ ബാഗിന്റെ സൈഡിലാണ്. എനിക്കത് അങ്ങനെയാണ്, എനിക്ക് പുറത്ത് കളയുന്നതിൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ആളാണ്. ശരി, ഞാനങ്ങനെ ഫ്രണ്ട്സ് ഒക്കെ എന്തെങ്കിലും കളയുമ്പോൾ പ്രശ്നം നിങ്ങൾ കളയാൻ പാടില്ല, ഞങ്ങൾ പ്രശ്നം. നിങ്ങൾ വേസ്റ്റ് കളയുന്ന ആൾക്കാർ, വേസ്റ്റ് എടുക്കുന്ന ആൾക്കാരാണ് നിങ്ങളാണ്. ഇനിയിപ്പോ എന്തായാലും ഒരു അടിപൊളി പരിപാടിയാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കീപ് ഓൺ ഡൂയിങ് ദിസ് കൈൻഡ് ഓഫ് വീഡിയോസ്. ആൻഡ് നിങ്ങൾ ആ പറഞ്ഞ തുടക്കത്തിൽ പറഞ്ഞ
എന്തെങ്കിലുമൊക്കെ ആൾക്കാരെ ഇൻഫ്ലുവൻസ് ചെയ്യണമല്ലോ എന്ന് വിചാരിച്ചു. ഒരുപാട് ആൾക്കാർ നിങ്ങൾ ഓൾറെഡി ഇൻഫ്ലുവൻസ് ചെയ്ത് കഴിഞ്ഞു. കുറച്ച് വിത്തിൻ അല്ല എന്താ സംഭവിച്ചത്? അതുപോലെ തന്നെ ഇനി നിങ്ങൾ കണ്ടിന്യൂ ആണെങ്കിൽ നമ്മുടെ ഹാഷ്ടാഗ് പോലെ തന്നെ ലെറ്റ്സ് ക്ലീൻ ഇന്ത്യ, ഇന്ത്യ ക്ലീൻ ചെയ്യണം. അതെ, ഉറപ്പായിട്ടും. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ്. ഓക്കെ, താങ്ക് യു.